ഈ ട്രംപിൻ്റെ ഇന്ത്യയോടുള്ള നിലപാട് മാത്രമല്ല ഇതിനകത്തുള്ള പ്രശ്നം. ലോകതലത്തിൽ സാർ സൂചിപ്പിച്ചതുപോലെ ആഗോളതലത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ തീരുവ എന്ന് പറയുന്ന പരിപാടിയിലൂടെ പല കാര്യങ്ങൾ നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അധികാരത്തിൽ വന്നു. തീർച്ചയായിട്ടും അമേരിക്കയെ ഒരു ഗ്രേറ്റാക്കി മാറ്റിക്കൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതിനു വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ഇതിനെതിരായിട്ട് വരുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കാണുന്നത്. ഇപ്പം നമുക്ക് ഇന്ത്യ അമേരിക്ക ബന്ധം തന്നെ എടുത്താൽ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ വിളിക്കുന്നത് മേരാ ദോസ്ത് എന്നാണ്, നമ്മുടെ ഫ്രണ്ട്. അതായത് അമേരിക്കയുമായിട്ട് വളരെ മെച്ചപ്പെട്ട ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന, തന്ത്രപരമായ ബന്ധം നിലനിൽക്കുന്ന, നിരവധി ആയുധങ്ങൾ വാങ്ങുന്ന, എണ്ണ ഉൾപ്പെടെ സംഗതികൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ അത്ര അന്തർദേശീയ തലത്തിൽ തന്നെ നമ്മൾ ക്വാഡ് എന്ന് പറയുന്ന സംഘടനയിൽ നമ്മൾ യോജിച്ച് പ്രവർത്തിക്കുന്നു, ഇൻഡോ പസഫിക് എന്ന് പറയുന്ന മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ നിരവധി മേഖലകളിൽ ഒരുമിച്ച്, തന്ത്രപരമായ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ പോലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമ്മൾ അങ്ങോട്ട് ഒരു മേരാ ദോസ്ത് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ തിരിച്ചുള്ള പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഇത് സംബന്ധിച്ചുള്ള കുറിപ്പ് ഇട്ടപ്പോഴും ഇന്ത്യ സുഹൃത്ത് തന്നെയാണ് എന്ന രീതി തന്നെയാണ് ആ കുറിപ്പിലും പരാമർശിച്ചിരിക്കുന്നത്. അല്ല, അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് ഒബ്നോക്ഷ്യസ് ട്രേഡ് എന്ന. ഒബ്നോക്ഷ്യസ് എന്നുള്ള വാക്ക്, അത് മ്ലേച്ഛമായ ഈ താരിഫുകൾ അമേരിക്കക്കെതിരായി നടത്തുന്നു എന്നുള്ള വാക്കുകൂടെ അദ്ദേഹം ഉപയോഗിച്ചു. എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിച്ചല്ലോ, വീക്ക് ഇക്കോണമി എന്നല്ല പറഞ്ഞത്, ഇന്ത്യൻ ഇക്കോണമി ഈസ് എ ഡെഡ് ഇക്കോണമി എന്ന, മരിച്ച മനോരമയിൽ വന്ന വാക്ക് ചത്ത സമ്പദ് വ്യവസ്ഥ എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചത്. അപ്പൊ അങ്ങനെയുള്ള വളരെ അപകടകരമായ വാക്കുകളാണ് ഇന്ത്യ ഹയസ്റ്റ് താരിഫ് കൺട്രി എന്നുള്ള വാക്കാണ് അദ്ദേഹം ഇന്ന് വീണ്ടും ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായി ഏതെല്ലാം തരത്തിലുള്ള മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാവോ അതെല്ലാം അദ്ദേഹം നിരന്തരം ഉപയോഗിക്കുന്നു. നമുക്കറിയാം, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഇതിന് ഈ താരിഫിന്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ചുങ്ക രാജാവാണെന്നാണ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ചുങ്കം ഏർപ്പെടുന്ന രാജ്യം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പിന്നെ നമ്മളെ ആക്ഷേപിച്ചത് ഈ ഇന്ത്യയിൽ ശുദ്ധ ജലവും ഇല്ല, ശുദ്ധ വെള്ളവും ശുദ്ധ വായുവും ഇല്ല എന്നാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ നമുക്കറിയാമല്ലോ ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് ഈ ഗ്ലോബൽ വാർമിംഗും പോലെയുള്ള സംഭവവികാസം ഉണ്ടായത്. അതിന് അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോഴാണല്ലോ ഏഷ്യയിലെ രാജ്യങ്ങളായിട്ടുള്ള ചൈനയും ഇന്ത്യയും ഒക്കെ രംഗത്ത് വന്നത്. അദ്ദേഹം പറയുന്നതാണ്, ഇപ്പം ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ മുഖ്യ കാരണക്കാർ ഇന്ത്യയും ചൈനയും റഷ്യയാണ്, അവരാണ് ഇതിന്റെ പൈസ മുഴുക്കെ ചെലവഴിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടെ അദ്ദേഹം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ നമുക്ക് ആ പാകിസ്ഥാനിൽ നിന്ന് മിസൈലുകളെ ഫലപ്രദമായിട്ട് തടയാൻ കഴിഞ്ഞ എങ്ങനെയാ? S-400 ട്രയംഫ് മിസൈൽ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചോണ്ടാ. SF-400 ട്രയംഫ് മിസൈൽ റഷ്യയിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ കാറ്റ്സ നിയമം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒപ്പിടുകയും ചെയ്തു. അതായത് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ നമുക്കത് വാങ്ങിയത് കൊണ്ടാണ് നമുക്ക് പാകിസ്ഥാനെതിരെ വളരെ ശക്തമായി പിടിച്ചു നിൽക്കാനും അവർക്കെതിരെ തിരിച്ചടി നൽകാനും കഴിഞ്ഞത്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് നോക്കൂ, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ അമേരിക്കയിൽ പോയി ജീവിക്കുന്നു. അങ്ങനെ അമേരിക്കയിൽ പോയി ജീവിക്കുന്ന ആളുകൾ അവിടെ പിന്നെ അവരുടെ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവർ അവിടുത്തെ പൗരന്മാരാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഈ H-1B വിസയുടെ പുറത്ത് വന്ന ആളുകളുടെ മക്കൾക്ക് പൗരത്വം കൊടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും, കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലേക്കാണ് അദ്ദേഹം നിൽക്കുന്നത്. മറ്റൊന്ന് നോക്കൂ, നേരത്തെ നമ്മൾ പിന്നെ പ്രവാസികൾ അയക്കുന്ന പണത്തിന് യാതൊരു ടാക്സും ചുമത്തിയിരുന്നില്ല. 5% വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ 5% ഇപ്പോൾ 1% കുറച്ചിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ നമ്മൾക്ക് ഈ ഏതെല്ലാം തരത്തിൽ നമ്മളെ ഈ പിന്നെ ബുദ്ധിമുട്ടിക്കാവോ ആ തരത്തിലെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അദ്ദേഹം ഈ 25% താരിഫ് ഏർപ്പെടുത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം റഷ്യയാണ്. റഷ്യയിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ അവിടുന്ന് എണ്ണ വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. എണ്ണ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലിൻസെ ഗ്രഹാം അവിടെ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിൽ. 500% ടാക്സ് ഏർപ്പെടുത്തണം. 500% ആലോചിച്ച് നോക്കൂ, അത് 100%ത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. അതായത് ഏറ്റവും അധികം പിന്നെ കോൺഗ്രസ് അംഗങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കിട്ടുന്ന വിവരം. എന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന ഇന്ത്യ, ചൈന, ബ്രസീൽ 3 രാജ്യങ്ങൾക്കെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തണം എന്നുള്ളതാണെന്ന്. മറ്റൊന്നെന്താണ്? ബ്രിക്സ് ആണ്. ബ്രിക്സ് അദ്ദേഹം പറഞ്ഞു, ബ്രിക്സ് ഈസ് ആൻ ആന്റി-US ഓർഗനൈസേഷൻ. ബ്രിക്സ് എന്ന് പറയുന്നത് ഡോളറൈസേഷന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കേവലമായ താരിഫിന്റെ മാത്രം പ്രശ്നമല്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഗോളതലത്തിലുള്ള മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ തരത്തിൽ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് കീഴ്വഴങ്ങിക്കൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിൽക്കണമെന്നുള്ള സമ്മർദ്ദതന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അല്ലേ?
തീർച്ചയായിട്ടും. കാരണം അതാണല്ലോ നമ്മുടെ കാർഷിക മേഖലയിൽ പിന്നെ ഞങ്ങൾക്ക് കടന്നു വരണം എന്ന് പറയുന്നു, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ കൊണ്ടുവരണമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ക്ഷീരോത്പാദക മേഖലയിലേക്ക് പക്ഷേ ഇന്ത്യ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതൊന്നും നമുക്ക് തുറന്നു കൊടുക്കാൻ കഴിയില്ല. ഇത് തുറന്നു കൊടുക്കാൻ കാരണം അദ്ദേഹം കാണുന്നത് ഈ അമേരിക്കയെ പോലെയാണ് മറ്റു രാജ്യങ്ങളെന്നാണ് കരുതുന്ന അവിടെ പ്രശ്നം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികസ്വര രാജ്യമാണ്. ആ വികസ്വര രാജ്യത്തിൻ്റെതായ പരിമിതികളുണ്ട്. ഇന്ത്യൻ കർഷകർ ചെറിയ തുണ്ടുഭൂമിയിൽ കൃഷി ചെയ്യുന്നവരാണ്. അവർ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവ് കൊണ്ട് കൃഷി ചെയ്യുന്നവരല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്വം, സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രത്തിനുണ്ട്. അത് കണക്കാക്കാതെ അവിടെ നിന്ന് വരുന്ന അവർ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ട് കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ, ജനറ്റിക്കലി മോഡിഫൈഡ് പ്രോഡക്ട്സ്, ഇങ്ങനെ പിന്നെ ഡയറി പ്രോഡക്ട്സ്, ഇതെല്ലാം ഇങ്ങോട്ട് ഇറക്കുമതി കഴിഞ്ഞാൽ ഇവിടെ കർഷകർക്ക് ജീവിതം ദുരിതത്തിലാവും. അതൊരു സർക്കാരിനും നോക്കി നിൽക്കാൻ കഴിയില്ല.